ഹലോ ഓൾ, ഞങ്ങളുടെ കോളേജിലെ ഓണം സെലിബ്രേഷൻ ആണ് ഇന്ന്. അപ്പോൾ ഞങ്ങൾ സ്റ്റഡി ലൈഫിലെ ലാസ്റ്റ് ഓണം സെലിബ്രേഷൻ ആയിരിക്കും ഇത്. PG ആയി, ഇനി ഇങ്ങനെ ഒരു ഓണം ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പോൾ കോളേജൊക്കെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നോക്കുകയാണ് ഞങ്ങൾ വന്നപാട്. ഞങ്ങളുടെ ക്ലാസ്സിലെ ബോയ്സിന്റെ കോസ്റ്റ്യൂമാണ് ഇത്. അമൽഹരി ഇതാ ഫസ്റ്റ് ഇയറിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓണം സെലിബ്രേഷൻ കിട്ടിയിട്ടുണ്ട്. പക്ഷേങ്കിൽ അന്ന് അഡ്മിഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല. അതുകൊണ്ട് 3-4 കുട്ടികൾ മാത്രമേ ഓണം സെലിബ്രേഷൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്നാണ് എല്ലാവരും ഇങ്ങനെ ഒരുങ്ങി നല്ല സൂപ്പറായിട്ട് വന്നത്. അവിടെ ശ്രേയൻ്റെ ഹെയർ സ്റ്റൈൽ കണ്ടിട്ട് അമ്പിളി ഇൻസ്പയർഡ് ആയിട്ട് അങ്ങനെ കെട്ടിത്തരാൻ പറയാണ്. അപ്പോൾ ഇനി PTK വരണം. PTK എല്ലപ്പോൾ ലേറ്റ് ആണ്. PTK വ്ളോഗ് കാണിച്ചില്ല. PTK നെറ്റിച്ചുട്ടി വിത്ത് നെറ്റിച്ചുട്ടി ആയിട്ട് വന്നു. ഒരു മുടി സൈഡിലോട്ട് പോയി ട്രഡീഷണൽ ലുക്ക് മറ്റേ നീലക്കോയിൽ ഇപ്പൊ കണ്ണട ഇട്ട. അപ്പോൾ എന്ത് സെലിബ്രേഷൻ ആയാലും ഫസ്റ്റിലത്തെ പരിപാടി എന്ന് വെച്ചാൽ ഫോട്ടോ ആണ്. അപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുക്കാനായി അടുത്തുള്ള ഒരു വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ആദ്യം തന്നെ ഇത് ഫോട്ടോ എടുത്ത് കോളേജിലേക്ക് വരുമ്പോൾ ചെണ്ടമേളൊക്കെ തുടങ്ങിയിരുന്നു. ഇന്ന് ഗേൾസ് റൂമിൽ കണ്ണാടീൻ്റെ മുന്നിൽ നല്ല തിരക്കാണ്. അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയാലും ഞങ്ങളും വന്ന് നോക്കി. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു. ഫസ്റ്റിലത്തെ നിരയിൽ തന്നെ ഞങ്ങൾ ഇരുന്നിട്ടുണ്ട്. പിന്നെ തിരക്കായി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഇത്തവണ ഓഡിറ്റോറിയത്തിൽ നല്ല വരാന്തയിലാണ് ഫുഡ്. പിന്നെ മഴ ഞങ്ങൾ അധികം ചതിച്ചിട്ടില്ല, ചെറുങ്ങനെ പെയ്യുന്നുണ്ട്, അത്രയേ ഉള്ളൂ. ഇന്നലത്തെ പോലെ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ചോറിന് ഇരുന്ന പാടെ താഴെ വിളി വന്നിരുന്നു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ സാറന്മാരോടെല്ലാം. അപ്പോൾ ഞങ്ങൾ വേഗം താഴേക്ക് വന്നു. അപ്പോഴേക്കും ചെറുങ്ങനെ മഴ പെയ്ത് തുടങ്ങി. അപ്പോൾ ഫോട്ടോ ഒക്കെ വേഗം തന്നെ എടുത്ത് പിന്നെ ഫുഡിൻ്റെ സ്ഥലത്തേക്ക് പോയി. അപ്പോഴേക്കും കുറച്ച് കുട്ടികളൊക്കെ ഇരുന്നിരുന്നു, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ഫുഡ് ഓരോന്നായിട്ട് വരുന്നുണ്ട്. എല്ലാ കുട്ടികളും ഉണ്ട്. ഞങ്ങളുടെ ക്ലാസ്സിലെ ബോയ്സും പിന്നെ മറ്റു കുട്ടികളൊക്കെ വിളമ്പുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ സദ്യയൊക്കെ സൂപ്പറായിരുന്നു. ഫസ്റ്റ് തന്നെ ഇതാ ഇല വെച്ചിരിക്കുന്നു, വറുത്തപ്പേരി, ശർക്കരപ്പേരി, പുളിങ്കറി എനിക്ക് അത്ര ഇഷ്ടമില്ല, എന്നാലും കുഴപ്പമില്ല. പിന്നെ പച്ചടി വിളമ്പി, ഗ്ലാസ് വെച്ചു, അച്ചാറ്, പിന്നെ എന്താ ഉപ്പ് വിളമ്പി കഴിഞ്ഞ് പിന്നെ ഉപ്പേരി, കാബേജ് ഉപ്പേരിയാണ്. പിന്നെ അവിയൽ, ഈ സംഭവം എനിക്ക് ഇഷ്ടമില്ല, ഓലനാന്ന് തോന്നുന്നു. പിന്നെ കൂട്ടുകറി, പപ്പടം. അതോടെ സൈഡ് ഐറ്റംസ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നത്. മെയിനായിട്ട് ചോറ് വരണം. ചോറ് രാഹുൽ എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ചോറ് നല്ല പൊന്നിയരി ചോറാണ്. ഇപ്പോൾ സദ്യക്കൊക്കെ പൊന്നിയരിയാണല്ലോ നല്ലത്. അങ്ങനെ ഇത് നമ്മുടെ ചോറും കൂടി വന്നിട്ടുണ്ട്. ചോറൊക്കെ ആവശ്യത്തിന് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ സൈഡൊക്കെ കഴിച്ച് വരുമ്പോഴേക്ക് പിന്നെ വയറ് ഫുള്ളായി പായസം കുടിക്കാൻ പറ്റില്ല. കറി തീർന്നു പോയിട്ട് ഫില്ല് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഇതെൻ്റെ മൈലാഞ്ചിയൊക്കെ ഞാൻ നോക്കുകയാണെങ്കിൽ ഇന്നലെ ഫഹീം ഇട്ടെന്നാണ്. 2 കുഴിയൊക്കെ കുഴിച്ചു വെച്ചിട്ടുണ്ട്. രസമില്ലേ? ഓക്കെ. സദ്യയൊക്കെ സൂപ്പറായിട്ടുണ്ട്. എക്സ്പെഷ്യലി പായസം നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഫുഡിന് ശേഷം ഞങ്ങൾ കുറച്ച് ക്ലാസ്സിലിരുന്നു. അതിനുശേഷം വടംവലിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കോളേജ് ലൈഫിലെ ഓണം സെലിബ്രേഷൻ ഇവിടെ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. ബൈ.